ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 110 cc നമുക്ക് ജനറൽ സർവീസായിട്ട് വണ്ടി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിലവിൽ ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട്, വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട്, ബ്രേക്ക് ചെക്കപ്പ്, അതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞാണ് കേസ് കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്, ബ്രേക്ക് കിട്ടുന്നില്ല, അത് തീരെ കുറവായിട്ടാണ് തോന്നുന്നത്. പിന്നെ അത് കൂടാതെ കൊണ്ട് ആക്സിലേറ്റർ കേബിൾ കംപ്ലൈൻ്റ് ആയിട്ട് വണ്ടി റേസ് ആയിട്ട് നിൽക്കുക. ഫുൾ ടൈം നിർത്തുന്ന സമയത്തും ആക്സിലേറ്റർ റേസ് ആയിട്ടാണ് നിന്നുകൊണ്ടിരുന്നത്. അത് കേബിളിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ക്ലച്ചിൻ്റെ ഭാഗം, അതേപോലെ തന്നെ എയർ ഫിൽറ്റർ എല്ലാം അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് എയർ ഫിൽറ്റർ കിടക്കുമ്പോൾ പുതിയ ഫിൽറ്ററാണ് ഇതുമ്പോൾ കിടക്കുന്നത്. നമുക്കൊന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ചെയ്യാം. ക്ലച്ചിൻ്റെ ഭാഗമായി നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. CVT ക്ലച്ചിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഓരോ സർവീസിലും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യാറുണ്ട്. ഓരോ 10,000 കിലോമീറ്റർ നമ്മൾ ഗ്രീസിങ് ആവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് അത് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. എന്തെങ്കിലും കംപ്ലയിൻസോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആ കൈയോടെ ഗ്രീസ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ടാണ് ജനറൽ സർവീസിനത് ഉൾപ്പെടുത്തിയത്. അതേപോലെ തന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് ഒക്കെ നോക്കുമ്പോൾ ഈ റോളർ ചെറിയൊരു തേമാനം, സൈഡ് തേമാനം കാണുന്നുണ്ട്. പക്ഷേ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നും ആയിട്ടില്ല. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് എയറൊക്കെ അടിച്ച് ക്ലീൻ ചെയ്ത് കയറ്റാം. കാരണം ബെൽറ്റ് വർക്ക് ചെയ്തിട്ട് ക്ലച്ച് ഷൂ വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ അതിൻ്റെ ഉള്ളിൽ നല്ല രീതിയിലുണ്ട്. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. അതേപോലെ തന്നെ ക്ലച്ച് ഷൂ, അതായത് ക്ലച്ച് യൂണിറ്റിൻ്റെ മെയിനായിട്ട് വന്നൊരു പാർട്ടാണ് ക്ലച്ച് വെയിറ്റ് സെറ്റ് അടക്കം വന്ന യൂണിറ്റ്. അതിൻ്റെ പെർഫോമൻസും നിലവിൽ ഓക്കെയാണ്, വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കണ്ടീഷനും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റ് തന്നെ കിടക്കണേ, പുതിയ ബെൽറ്റ് പഴക്കമായിട്ടില്ല, ബെൽറ്റ് ഇടയ്ക്ക് മാറ്റിയിട്ട് ഒരുപാട് ആയിട്ടില്ല. അപ്പോൾ അതും നമ്മൾ ചെക്ക് ചെയ്തിരുന്നു, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ക്ലച്ചിനകത്ത് വേറെ പറയത്തക്ക കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ചോക്കിൻ്റെ കേബിളൊക്കെ നമ്മൾ വർക്ക് ചെയ്യിച്ച് നോക്കി, നല്ല പ്രോബ്ലം ഒന്നുമില്ല. പക്ഷേ ആക്സിലേറ്റർ കേബിൾ നമ്മൾ നോക്കുമ്പോൾ ആക്സിലേറ്റർ കേബിൾ ഫുൾ ടൈറ്റായ ഒരു അവസ്ഥയിലാണ് നിൽക്കുക, അത് ശരിക്കും ടൈറ്റായിട്ട് നിൽക്കുക. അപ്പോൾ ആക്സിലേറ്റർ കേബിൾ മാറ്റിയിടാം. കാരണം എന്താ വെച്ചാൽ ഈ മോഡലിൻ്റെ എന്ന് പറയുമ്പോൾ CVT ക്ലച്ചാണ്. ആക്സിലേറ്റർ റേസായി നമ്മൾ പിടിച്ചത് നിൽക്കാത്തൊരു കണ്ടീഷനിൽ വണ്ടി റേസായിട്ട് പോകും. ഇപ്പോൾ അത് റേസായി തുടങ്ങിയിട്ടുണ്ട്, ആരംഭമാണ്. അപ്പോൾ കൈയോടെ തന്നെ അത് മാറ്റിയിടണമാണ് ഏറ്റവും സേഫ്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ഹെഡിൻ്റെ ഭാഗത്ത് ചെറിയൊരു ലീക്കിൻ്റെ ഒരു ആരംഭം പോലെ, പക്ഷേ മാറ്റേണ്ട സിറ്റുവേഷൻ ഒന്നുമില്ല, അത് നിലവിൽ അത് തന്നെ മതി. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് തുടച്ച് ഇതാക്കി കയറ്റാം. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്ത സർവീസുകളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ ഡീറ്റെയിലായിട്ട് ചെക്ക് ചെയ്യും. കൂടുതൽ കംപ്ലയിൻറ്റ് അങ്ങനെ തോന്നുകയാണെങ്കിൽ അടുത്ത സർവീസിൽ നമുക്ക് ഹെഡ് ഗ്യാസ്കറ്റൊക്കെ ഒന്ന് മാറ്റിയിടാം കേട്ടോ. പിന്നെ അതേപോലെ വണ്ടി നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് നമ്മൾ നോക്കുന്ന സമയത്ത് ഫ്രണ്ട് ബ്രേക്കിൻ്റെ ലൈനറൊക്കെ മാക്സിമം അഡ്ജസ്റ്റിങ്ങിൽ നിൽക്കണം, പരമാവധി അഡ്ജസ്റ്റിങ്ങിൽ നിൽക്കുക. അപ്പോൾ ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ബ്രേക്ക് ലൈനർ തീർന്ന് നിൽക്കണം കേട്ടോ. അത് ഞാൻ ബാക്കിലേക്ക് വരുമ്പോൾ ബാക്കിലത്തെ കാണിച്ചു തരാം. ഫ്രണ്ടിൻ്റെ കിടക്കാന്ന് പറഞ്ഞാൽ മാക്സിമം എൻഡിലേക്ക് ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ബ്രേക്കിൻ്റെ കേബിൾ കൂടെ പൊട്ടി നിൽക്കുന്നുണ്ട്. ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു കേബിൾ പൊട്ടി നിൽക്കുന്നുണ്ട്. തൽക്കാലം ഒരെണ്ണം മാറ്റിയിടാം, കാരണം ഞാൻ ഈ സൈഡ് പിന്നെ അത്രയും പ്രശ്നമായിട്ടില്ല. വലിച്ചിൽ തുടങ്ങിയിട്ടുണ്ട്, കാരണം വെച്ചാൽ ഇവിടുത്തെ ലെങ്ത്ത് നോക്കുമ്പോൾ നമുക്ക് അറിയാനായിട്ട് പറ്റും. പക്ഷേ ഇത് ഓൾറെഡി ഔട്ടർ പൊട്ടൽ വന്നേക്കണം, ഔട്ടർ പൊട്ടിയ അവസ്ഥയിൽ നിൽക്കുക. അതേപോലെ തന്നെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല. സ്പീഡോമീറ്റർ വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം വെച്ചാൽ കേബിൾ ഓൾറെഡി ഇവിടെ പൊട്ടിയിട്ട് ഇങ്ങനെ നല്ല ടൈറ്റായ രീതിയിൽ തിരിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ നിലവിൽ നമുക്കത് ചെയ്യുമ്പോൾ ഈ സ്പീഡോമീറ്റർ കേബിളും മാറ്റി ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ക്രൗണും പിനിയനും, അത് പ്ലാസ്റ്റിക്കിൻ്റെയാണ്, ആ സെറ്റും കൂടി മാറ്റി സെറ്റ് ചെയ്ത് നോക്കാം. അതായത് മീറ്റർ ഒരുപാട് വർക്കിംഗ് ആവാതെ ഒരുപാടായിട്ടില്ല എന്നുണ്ടെങ്കിൽ വേറെ കംപ്ലയിൻറ്റ് ഉണ്ടാവാൻ സാധ്യതയില്ല. നേരെ മറിച്ച് മീറ്റർ ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മീറ്റർ പിന്നെ പെട്ടെന്ന് വർക്ക് ചെയ്യാണ്ടാവുമ്പോൾ ദിവസങ്ങളോളം ഇരുന്ന് കഴിഞ്ഞാൽ അത് തുരുമ്പിട്ട് ടൈറ്റായി പോകുന്ന ഒരു കംപ്ലയിൻ്റ് ഉണ്ട്. അങ്ങനെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കേബിളും ക്രൗണും പിരിനും മാറ്റിയാൽ പ്രോബ്ലം സോൾവ് ആയി പോകുള്ളൂ. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് കുഷൻ അസംബ്ലി, അതായത് ഷോക്കിൻ്റെ ബുഷ് നല്ല രീതിയിൽ ഓവറായി പോയതുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ചെറിയ അടിയാണ് ആ ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ രണ്ട് സൈഡും അങ്ങനെ തന്നെ പറ്റിയാണ്. അപ്പോൾ അതൊന്ന് മാറ്റിയിടണം. അതേപോലെ തന്നെ ഇവിടുത്തെ ലിങ്ക് ബുഷും ഓൾറെഡി പോയേക്കാണ്. അപ്പോൾ ഈ ഷെയ്ക്ക് മൊത്തം നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് ഹാൻഡിലുമ്പോൾ കിട്ടുന്നുമുണ്ട്. ചെറിയ ഗട്ടറിൽ ചാടുമ്പോൾ ആയാൽ പോലും നമുക്ക് അതിൻ്റേതായിട്ടുള്ള ജെർക്കിങ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. അപ്പോൾ അത് മാറ്റിയിടുന്നതായിരിക്കും സേഫ്. ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനായാലും വേറെ കുഴപ്പമൊന്നുമില്ല, ഹബ്ബും വേറെ കംപ്ലയിൻറ്റോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ഇവിടേക്ക് വരുമ്പോഴത്തേക്കും ആ ബ്രേക്കിൻ്റെ കേബിൾ, സ്പീഡോമീറ്റർ കേബിൾ, ക്രൗണും പിനിയൻ, പിന്നെ ആ ബുഷ് സെറ്റുകളാണ് നമുക്ക് മെയിനായിട്ട് മാറ്റേണ്ടി വരുന്ന പാർട്സുകൾ കേട്ടോ. പിന്നെ അതേപോലെ നമ്മളെ കൂട്ടത്തിൽ കൂടെ ബാറ്ററിയും കൂടി ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി 2023 മോഡൽ ബാറ്ററിയാണ്. ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കണേ. 12 വോൾട്ട് 4 ആമ്പിയറുള്ള ബാറ്ററിയാണ് നമുക്ക് ഈ മോഡലിൽ വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ മാക്സിമം നമുക്ക് വോൾട്ട് കിട്ടുന്നുണ്ട്, 13.5 വോൾട്ട് വരെ ഉണ്ട്. അത് നമ്മളിപ്പോൾ ഓടി വന്ന് കൈയോടെ തന്നെ ചെക്ക് ചെയ്യണതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ബാറ്ററി ടെസ്റ്റ് ചെയ്ത് നോക്കണമുണ്ട്. ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ആയാലും നിലവിലോ ടെസ്റ്റിൽ ചെറിയൊരു ഫാൾട്ട് പോലെ കാണിക്കുന്നുണ്ട് ഇതിനകത്ത് കേട്ടോ. അപ്പോൾ നിലവിൽ സെൽഫിൻ്റെ അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം, സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് അങ്ങനെ എന്തെങ്കിലും കാണിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കി ശ്രദ്ധിച്ചേക്കാം. കാരണം എന്താ വെച്ചാൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്കത് 2 പ്രാവശ്യം ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലയിൻറ്റ് പോലെ കാണിക്കുന്നുണ്ട്. അപ്പോൾ സെൽഫിൻ്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നുള്ളത് നോക്കിയേക്കാം. എന്തെങ്കിലും വാറണ്ടി പീരീഡിലുള്ള ബാറ്ററിയാണ്. അപ്പോൾ കംപ്ലയിൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വാറണ്ടി സംബന്ധമായിട്ടുള്ള ക്ലെയിമിലേക്ക് നമുക്ക് വിടേണ്ടതായിട്ടൊക്കെ വരും.
അതേപോലെ തന്നെ ഇപ്പം നമ്മൾ വോൾട്ട് മാക്സിമം കിട്ടുന്നുണ്ട് ഇതിനകത്ത് കേട്ടോ. അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗിൻ്റെ ആയാലും ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് കയറ്റിയിട്ടാൽ മതി. എയർ ഫിൽറ്റർ മാറ്റിയ കൂട്ടത്തിൽ കൂടെ മാറ്റിയാൽ പുതിയ പ്ലഗ് തന്നെയാണത്. ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. എഞ്ചിൻ ഓയിൽ ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ എന്നാൽ പോലും നമ്മൾ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിരുന്നു. നല്ല ഓയിലാണ് കിടക്കണത്, ലെവൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ സൈഡിൽ പ്രൊട്ടക്ടർ പൊട്ടി കിടക്കുന്നുണ്ട്. സൈലൻസറിൻ്റെ മുകളിൽ തന്നെ കവറ് പൊട്ടിയിട്ട് വള്ളിയൊക്കെ ഇട്ട് കെട്ടി വെച്ചാണ്. അപ്പോൾ അത് ഞാൻ ഐറ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂട്ടത്തിൽ കൂടെ നമുക്ക് അതും കൂടി വേണ്ടി മാറ്റിയിടാം. ഏകദേശം ഒരു 50-6 ഇഞ്ചൊക്കെ വരുള്ളൂ, 100 താഴെ എന്തെങ്കിലും ഉള്ളൂ അതിന്. അപ്പോൾ പറ്റുന്നുണ്ടെങ്കിൽ അതും കൂടി നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിടാം. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും ഭാഗങ്ങൾ ഉൾപ്പെടുത്തി, അതായത് ഫ്രണ്ടിലത്തെ ബുഷ് സെറ്റുകൾ, ഗ്രീൻ ബുഷ്, സ്പീഡോമീറ്റർ കേബിൾ, ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു കേബിൾ, അതേപോലെ തന്നെ ക്രൗൺ പിനിയൻ, ആക്സിലേറ്റർ കേബിളെല്ലാം ഉൾപ്പെടുത്തി. അതേപോലെ ബാക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ബ്രേക്ക് ഷൂ ബാക്കിലത്തെ തീർന്ന് നിൽക്കണം കേട്ടോ. ഇതാണ് അതിൻ്റെ ഇൻഡിക്കേഷൻ മാർക്ക് വരാം. ഓൾറെഡി ആ ലൈനിലും വന്നിരിക്കണം. അപ്പോൾ ബാക്ക് ബ്രേക്ക് ഷൂ അടക്കം ഉൾപ്പെടുത്തി ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം. അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. അതനുസരിച്ചിട്ട് വേണം വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട്.